Good afternoon, sir. Yes, Sujina Chinchu, good afternoon. Okay, let's start. Are you there? Ushara? Yes, sir. Let's start. Yes, sir. ഞാൻ വിചാരിച്ചത് ഓണാക്കി വെച്ചിട്ട് വേറെ വഴിക്ക് പോയെന്ന്. ആളിന് ശബ്ദമൊന്നും കേൾക്കുന്നില്ലേ? പ്രയർ ഉണ്ടോ? പ്രയർ? Anybody doing prayer? Yes. പ്രയർ ഇല്ലാത്തതുകൊണ്ട് തോട്ട് ഓഫ് ദി ഡേയോ സൈനിങ് ഓൺ ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാം, ഇല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് ഇടാം. ക്ലാസ്സിലോട്ട് കടന്നാലോ ഫാത്തിമ? Yes, sir. Okay, very good, very good, very good. Yes. അപ്പൊ അടുത്ത മാസം കൂടി ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ക്ലാസ്. യെസ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ പരീക്ഷയാണ്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഓരോ ടെൻസും അതിന്റെ സ്ട്രക്ചറും ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒരു 12 ടെൻസിനെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെയുള്ള 12 ടെൻസിനെ കുറിച്ചും അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തപ്പോൾ വന്ന സംഗതിയാണ് റിപ്പോർട്ട് സ്പീച്ച്. ആ റിപ്പോർട്ട് സ്പീച്ചിൽ നമ്മൾ പറഞ്ഞു ഓരോ ടെൻസ് വരുമ്പോഴും അത് ഏത് ടെൻസിലേക്ക് മാറ്റി എഴുതണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആവുമെന്ന് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആവുമെന്ന് പറഞ്ഞു. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അത് കണ്ടീഷണൽ ഫോം ആവും എന്ന് പറഞ്ഞു. വില്ലെന്നാണെങ്കിൽ വുഡ് ആവും, ഷാലാണെങ്കിൽ ഷുഡ് ആവും. അങ്ങനെ നമ്മൾ പറഞ്ഞു. അത്രയും വരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്, അല്ലേ? യെസ്. അപ്പൊ ഇനി നമുക്ക് പോകുന്നത് അടുത്ത ഒരു ടെൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്തൊരു ടെൻസ്. അടുത്ത ഒരു ടെൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എഴുതുന്നത് she said I am reading a book. She said I am reading a book. Yes. അപ്പൊ ഒന്ന് പറഞ്ഞേ സിയ,
ഈ ഐ ആം റീഡിങ് എ ബുക്ക് എന്ന് പറയുമ്പോൾ അത് ഏതായിരിക്കും ടെൻസ്? ഒരു മിനിറ്റ്, അത് പേരെടുക്കരുത്. യെസ്. സിയ, Yes, sir. ഇപ്പൊ ഈ പറഞ്ഞ ഐ ആം റീഡിങ് എ ബുക്ക് എന്നല്ലേ പറഞ്ഞ? Yes, sir. ഐ ആം റീഡിങ് എ Present ബുക്ക്. continuous. യെസ്, സമയം കിട്ടിയല്ലേ? ആലോചിച്ച് നോക്കാൻ. വെരി ഗുഡ്. ഐ ആം റീഡിങ് എ ബുക്ക് എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അങ്ങനെ ഗിവൺ സെന്റൻസ് ഈസ് പ്രസന്റ് കണ്ടിന്യൂസ്. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വന്നിരിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ മാറ്റേണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക്. ഇങ്ങോട്ട് മാറ്റണം, പാസ്റ്റ് കണ്ടിന്യൂസ്. Past continuous. പാസ്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇങ്ങോട്ട് മാറ്റണം, പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചറും കൂടി നമ്മളൊന്ന് ഓർമ്മയുണ്ടാവണം. സബ്ജക്ട് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആണ് പാസ്റ്റ് കണ്ടിന്യൂസ്. അങ്ങോട്ടേക്കാണ് മാറ്റേണ്ടത്, അങ്ങോട്ടേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരും? ഷീ സെറ്റ്. അപ്പൊ നമുക്ക് അത് മാറ്റാം. ഷീ ടോൾഡ്. ഷീ ടോൾഡ് ദാറ്റ്. ഈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ തന്നെയല്ലേ? അപ്പൊ ഷീ തന്നെ. ഷീയുടെ കൂടെ വാസ് വരുമോ വേറെ വരും? ഷീ വാസ്. ഷീ വാസ് റീഡിങ് എ ബുക്ക്. എന്റെ ആൻസർ ഷീ ടോൾഡ് ദാറ്റ് ഷീ വാസ് റീഡിങ് എ ബുക്ക്. എന്തുകൊണ്ട് വന്നു? വേറെ ഒന്നുമല്ല, ഗിവൺ സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ എങ്ങോട്ട് മാറ്റണം? പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. സംശയമുണ്ടോ? അപ്പൊ ഇപ്പൊ നമ്മൾ 4 ടെൻസുകളെ കുറിച്ചാണ് പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. യെസ്. വേറെ ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. എഴുതിക്കോ. He said. He said. You are waiting. WAITING. Waiting for me. You are waiting for me. Or no, she said. She said. She said, I am learning, LERNING, learning English. I am learning English. Okay, here you go.
യെസ്. ഉഷാര പറഞ്ഞോളൂ. Yes, sir. ആയിഷ പറയൂ. He said you are waiting for me. ആ, He told that we are waiting for him. വെരി ഗുഡ്. ആ വി എന്നുള്ള സ്ഥലത്ത് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഒന്നുകൂടി പറഞ്ഞു ശരിയായില്ല. ആൻസർ He told that we are waiting for him. ഈ ആർ എന്തുകൊണ്ടാ ഉപയോഗിച്ച്? We വന്നതുകൊണ്ട്. അപ്പൊ ടെൻസ് മാറ്റിയില്ലേ? Yes. ടെൻസ് മാറിയില്ല. ആ സംഗതി വിട്ടുപോയി. അപ്പൊ ഞാനും പെട്ടെന്ന് വേർന്നല്ലേ വരിക? വേറൊന്നും വരും. അപ്പൊ കറക്റ്റാണ്. അപ്പോ അതിന്റെ ആൻസർ പറയാം. ഹി ടോൾഡ് ദാറ്റ് വി വേർ വെയിറ്റിംഗ് ഫോർ ഹിം. ആ വി എന്നുള്ളതിന് പകരം ഐ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഐ എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ ഐ കഴിഞ്ഞാല് വേറെ പറയരുത്. ഐ കഴിഞ്ഞാൽ വേണം വാസ് പറയണം. അപ്പൊ ഐ ആണ് ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെ വരും? ഹി ടോൾഡ് ദാറ്റ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഹിം. രണ്ട് ശരിയാണ്. ഓക്കെ. രണ്ടാമത് ഞാൻ എന്നെ വായിക്കണോ? അല്ല, ലേഖൻ അതിനകത്ത് നമുക്ക് സുജിത കൊടുക്കാം. സുജിത. യെസ്. സിയ. യെസ്. അങ്കിത. Yes, sir. രണ്ടാമത്. He said, I am learning English. ഓക്കെ സുജിത. He told that she was learning English. Okay. Very good. She told that she was learning English. Correct. She told that she was learning English. Yes. Arthur. They said. We are having HAVING, having a TEA. അടുത്തത്. രമേശ് said. You are teaching me English poem. You are teaching me English poem. Yes. Very good.
യെസ്, അമിഷ അൻവർ. ഓ, ഞാൻ പേര് പറയലും അമിഷ തമ്പിടലൊപ്പം പോയിരുന്നല്ലേ. യെസ്, പറഞ്ഞോളൂ അമിഷ, വായിച്ചോളൂ. They said, we are having a tea. ആ, They told that they were having a tea. they were having a tea. It's a correct answer. Very good, very good, very good. Yes. ആദ്യം സംശയം ചോദിച്ചേക്കണേ. അമിഷ സുൽത്താന. യെസ്, ഷെഫീന. Yes, sir. വായിക്കൂ. Ramesh said, you are teaching me English poem. യെസ്. Ramesh told that I was teaching him English poem. Teaching him English poem. Okay, okay, correct, correct. Very good, very good. ആ രമേശ് എന്നുള്ളതിന് പകരം അവിടെ രമണി എന്നായിരുന്നെങ്കിൽ കിസ് എന്നുള്ളതിന് പകരം വേറെ ഒന്നേനെ. യെസ്. അപ്പൊ ഇപ്പൊ നമ്മൾ 4 എണ്ണത്തിന്റെ പഠിച്ചു. നിങ്ങൾക്ക് മനസ്സിലായി അതിന് ബേസിക് ആയ കാര്യം ഏത് ടെൻസിലേക്കാണ് മാറുന്നത് എന്ന് പിടികിട്ടി. ഇനി അടുത്തത് ഞാൻ വീണ്ടും ഒന്ന് മാറ്റുകയാണ്. ഞാൻ അടുത്ത ഒരു ടെൻസിലേക്ക് പോവുകയാണ് കേട്ടോ. ആ, ഓക്കെ സുജിത. ആൻസർ ഇതാ, ചോദ്യം ഇതാണ്. She said, I was writing a novel. I was writing a novel. She said, I was writing a novel. അവള് പറഞ്ഞു ഞാനൊരു നോവൽ എഴുതുകയായിരുന്നു. യെസ്. ഷിഫാനല്ലേ പറഞ്ഞത്? നൂറിഷ, അജിത. സാർ ഞാനിപ്പോ ക്ലാസ് കയറിയതേ ഉള്ളൂ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. യെസ് 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 യെസ്. ഓക്കെ 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 ഓക്കെ. ലാഹിർ. Yes, sir. ഇവിടെ നമ്മൾ നോക്കി. ഷീ സെഡ് ഐ വാസ് റൈറ്റിംഗ് എ നോവൽ. ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം, ഈ ഐ വാസ് എ റൈറ്റിംഗ് എ നോവൽ എന്ന് എഴുതിയിട്ടുള്ളത് ഏത് ടെൻസ് ആണെന്ന് പറയാൻ പറ്റുമോ? Past continuous. വെരി ഗുഡ്, പാസ്റ്റ് കണ്ടിന്യൂസ്. കാരണം അത് പുരുഷാർക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സബ്ജക്റ്റ് എഴുതി, വാസ് അല്ലെങ്കിൽ വേറെ എഴുതി, പിന്നെ വെർബ് എഴുതി, പിന്നെ ING ചേർത്ത് കഴിഞ്ഞാൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇവിടെ നോക്കി, സബ്ജക്റ്റ് ഐ, വാസ് അല്ലെങ്കിൽ വേറില്ല, വാസ് ഉണ്ട്, റൈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ കൂടെ ഒരു ING ഉണ്ട്, റൈറ്റിംഗ്. അപ്പോ ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ നോക്കി, നേരത്തെ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. അപ്പോ ബുഷാറ, തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അങ്ങോട്ട് മാറ്റേണ്ടി വരും. Past perfectലേക്ക് ആയിരിക്കും. ഓ യെസ്, ഞാനേ പ്രതീക്ഷിച്ച ആൻസർ അതല്ല. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണത്. പാസ്റ്റ് കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് ശരിയായ ഉത്തരത്തിന്റെ അരികത്തൂടെയാണ് പോയി. അപ്പോ എന്തോ ഞാൻ വിചാരിച്ചു ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഒക്കെ മാറ്റേ. യെസ്, ഫ്യൂച്ചർ അല്ല, ഫ്യൂച്ചർ വന്നു കഴിഞ്ഞാൽ വളരെ ഒക്കെ കണ്ടീഷൻ ഫോളോട്ട് മാറും. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിനെ മാറ്റേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റണം. മൂന്ന് മാറ്റണം, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റണം. അപ്പൊ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. ഇവിടെ പറയാം, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. അപ്പൊ ആ ബീങ് BING or B? ബീൻ Subject plus had plus BE or BING? BEEN ബീൻ. ബീയിങ് അല്ല, ബി അല്ല,
BEEN. Okay, very good. അപ്പോ മുഷാറ, അപ്പൊ ഇതൊന്ന് ശരിയാക്കി പറഞ്ഞേ. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റി പറഞ്ഞേ. She told that അത്ര പറയാൻ കറക്റ്റ് ആണ്. he had been writing a novel. She had been writing a novel. Okay, സുജിത, യെസ്, തന്നിരിക്കുന്ന വാചകത്തിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റും. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഓരോന്നും അത് ഒന്നും മനസ്സിലാക്കിയല്ലോ. സിമ്പിൾ പ്രസന്റ് ആണ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റും. സിമ്പിൾ പാസ്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറ്റണം. സിമ്പിൾ ഫ്യൂച്ചർ ആണ് കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. ഇങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ചിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിന്റെ നിയമം. അതനുസരിച്ചാണ് അതിൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പൊ ഇവിടെ ബുഷാറ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. She told that she had been writing a novel. Okay. Okay, Srida, correct. Yes, you have to do something. That's it. That's it. We were cleaning. കുറച്ച് സ്ലോ ആക്കി ഞങ്ങൾ എഴുതി കഴിയുന്നുള്ളേ. Okay. ഒന്നുകൂടി പറയും സാറേ, ഇപ്പൊ പറഞ്ഞത്. Okay, I will repeat. പറയാൻ പോയത്. They said, ഇങ്ങോട്ട് comment. We were cleaning your room. ROOM, room. അടുത്തത് he said, ഇങ്ങോട്ട് comment. I was studying, STUDYING, studying Malayalam poem. Yes, എഴുതിക്കോളൂ. കഴിയുമ്പോൾ തമ്പിട്ടാ മതി. MT9 ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് MT10 ആണ്.
ഓക്കെ അമീഷ. അജിത കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ വായിച്ചോ, നമുക്ക് സപ്പോർട്ട് ചെയ്യാം. യെസ് ഓക്കെ. സിയ യെസ്. അൻകിത പറഞ്ഞോളൂ. സർ ഞാൻ അത് ബ്ലാങ്ക് ആക്കി വെച്ചിട്ടുണ്ട് സർ. ട്രൈ ചെയ്യാം. They told that they had been cleaning. യുവർ ഉണ്ടായത് എന്താണെന്ന് കൺഫ്യൂഷൻസ്. രണ്ട് രീതിയിൽ അത് മാറ്റാം. യുവർ അവറാ അവറാക്കാം, മയ്യാക്കാം. വെരി ഗുഡ്. ഓക്കെ. അപ്പോ they told that they had been cleaning our room. വെരി ഗുഡ്, വെരി ഗുഡ്. അവർ റൂം എന്ന് പറഞ്ഞാലും ശരിയാണ്, മൈ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിയാണ്. രണ്ട് രീതിയിൽ ശരിയാണ്. They told that, very good. They had been cleaning our room അല്ലെങ്കിൽ my room. Yes. അമീഷ അൻവർ രണ്ടാമത് വായിച്ചോളൂ. അനീഷ അൻവർ. He told that he had been studying Malayalam poem. He told that he had been studying Malayalam poem. Yes, correct, correct. നവമി കണ്ടിട്ടൊക്കെ കുറെ നാളായാലോ? യെസ്. ഇതിനിടയ്ക്ക് ഒരു മിന്നായം പോലെ കുറച്ചു മുമ്പ് കണ്ടേ? അതെ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് ഇവിടെ, അപ്പൊ ഇങ്ങനെ കട്ടായി പോവാണ്. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. യെസ്, ഓക്കെ ഓക്കെ യെസ്. അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇനി പറയേണ്ട കാര്യമില്ല, മനസ്സിലായല്ലോ. അടുത്തേക്ക് കിടന്നോട്ടെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഞാൻ വീണ്ടും ടെൻസ് മാറ്റുകയാണ്. നോക്കിയേ. He said, you will be reading a novel. You will be reading a novel. Okay, Shifana. Nurisha. അജിത. ഓക്കെ 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 വെരി ഗുഡ്. അജിത, ഇവിടെ ഞാനൊരു വാച്ച് പോയിട്ടുണ്ട്. യു വിൽ ബി റീഡിങ് എ നോവൽ. ഇനി ബട്ടൺ കോമയിൽ വന്നിരിക്കുന്ന ഒരു വാചകമാണ്. അതിന്റെ ടെൻസ് ഏതാണ് പറയാൻ പറ്റും അജിത? നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു 9 ടെൻസിൽ ഏത് മോഡൽ വരും എന്ന് പറയാൻ പറ്റും? ഓർമ്മ കിട്ടുന്നില്ല? ഓക്കെ, വെരി ഗുഡ്. ലാഹൻ കിട്ടി. ലാഹനാണ് ടെൻസ് പറയാനുള്ള ഭാഗ്യം കേട്ടോ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ ഉഷാരക്കറിയാം. സബ്ജക്ട് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇവിടെ നോക്കിയ സബ്ജക്ട് യു, വില്ല് അല്ലെങ്കിൽ ഷാലിലെ ബില്ല്, പിന്നെ ബി റീഡ് എന്ന് പറയുന്ന വെർബ് അതിന്റെ കൂടെ ഇഞ്ച് റീഡിങ്. കണ്ട, സബ്ജക്ട് വില്ല് അല്ലെങ്കിൽ ഷാല്, ബി വെർബ് പ്ലസ് ഇഞ്ച്. അപ്പൊ ഇതെന്താണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അങ്ങനെ ഗിവൺ സെന്റൻസ് ഈസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ ഉഷാറ, അത് എങ്ങോട്ടാ മാറ്റട്ടെ? യെസ്, അത് മാറ്റേണ്ടത് വേറെ എങ്ങോട്ടും അല്ല, നേരെ അതിന്റെ കണ്ടീഷൻ ഫോം ചെയ്താൽ മതി. ഫ്യൂച്ചർ എന്ന് വന്നിട്ടുണ്ടോ ഉടനെ മനസ്സിൽ വിചാരിച്ചോ കണ്ടീഷൻ ഫോമിലോട്ട് മാറ്റിയാൽ മതി. അപ്പൊ ആ വില്ല് എന്നുള്ളത് ഉണ്ടല്ല, വുഡ് ആക്കിയാൽ കറക്റ്റ് ആണ്. വേറെ ടെൻസ് ഒന്നും മാറ്റണ്ട. യുവില് വരുന്ന മാറ്റവും യുവർ അതൊക്കെ ശരി, പഴയതുപോലെയൊക്കെ തന്നെ. പക്ഷെ വില്ല് എന്നുള്ളത് എന്താക്കിയാൽ മതി? വുഡ് ആക്കിയാൽ മതി. അവിടെ ക്യാൻ ആയിരുന്നുവെങ്കിൽ വുഡ് ആക്കിയാൽ മതി. ഷാൽ ആണെങ്കിൽ ഷുഡ് ആക്കിയാൽ മതി. മേ ആണെങ്കിൽ മൈറ്റ് ആക്കിയാൽ മതി. യെസ്, അപ്പൊ ഈ ആൻസർ ഇവിടെ എന്ത് വരും? ഹി ടോൾഡ് ദാറ്റ് ഐ
would be reading a novel. I would be reading a novel. Simple അല്ലേ? സിമ്പിൾ ആണ്. യെസ്. അപ്പൊ ഇപ്പൊ നമ്മൾ 6 എണ്ണം എങ്ങോട്ടാണ് മാറ്റേണ്ടത് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റിലേക്ക്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്, സിമ്പിൾ ഫ്യൂച്ചർ, കണ്ടീഷണൽ ഫോമിലേക്ക്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, കണ്ടീഷണൽ ഫോമിലേക്ക്. ഓക്കെ, എഴുതുക. That's it. That's it. Okay, Shifana, that's it. We will be doing homework. അടുത്തത്, I will be studying, studying English grammar. Sir, അവിടെ ഇത് they said, she said, അത് വേണ്ട. അത് പറയണം. ഞാൻ രണ്ട് വായിക്കട്ടെ. ആദ്യത്തെ ഒന്നുകൂടി വായിക്കാം. They said ഇവിടെ കോമയില് we will be doing homework. രണ്ടാമത്തേല് he said, അവൻ. I will be studying English grammar. I will be studying English grammar. Yes. അനികിത ഇപ്പൊ ഇത്രയും പേർക്ക് ഉണ്ടാവാറുള്ളൂ ക്ലാസ്സിൽ? 10 പേരൊക്കെ? സരി, ഇന്നത്തെ പീരീഡ് ആക്ച്വലി നിമ്മ ഫ്രൈഡേ അല്ലേ എടുക്കാലോ. ഇന്ന് അപ്പറഞ്ഞ നമ്മളെ ബാച്ചില് നിങ്ങൾ ഇപ്പൊ 2-3 വീക്സ് ഈ ഡേ ഐ മീൻ ട്യൂസ്ഡേ എടുക്കല്, ഇല്ലെങ്കിൽ ഫ്രൈഡേ എടുക്കുന്നുണ്ടായത്. അപ്പൊ എല്ലാരും ഇന്ന് മറ്റേ ക്ലാസ് ഒന്ന് വിചാരിച്ചിട്ടുണ്ടാവും സർ. ഏകദേശം അവര് കുറെ വൈകിട്ട് ക്ലാസ് ഒക്കെ ഉണ്ടാവും. ഫ്രൈഡേ ആകുമ്പോ എല്ലാരും ഏകദേശം വന്നിട്ട് ജോയിൻ ചെയ്യും ഇംഗ്ലീഷ് ക്ലാസ് പറഞ്ഞിട്ട്. ഇപ്പൊ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ട് സർ. ഇന്ന് നിങ്ങളെ ക്ലാസ് അല്ല, കൺഫ്യൂഷൻ ആക്കണ്ട. ഇനി നമുക്ക് എല്ലാ ദിവസവും ഏതാണ് തേഴ്സ്ഡേ ആയിരിക്കും. കാരണം ടൈം ടേബിൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇനി തേഴ്സ്ഡേ ആയിരിക്കും. ഞാനിങ്ങനെ നോക്കിയപ്പോ പണ്ട് കാലത്ത് നമുക്ക് ആഷ്മി, കൃഷ്ണപ്രിയ, ബുഷാറ, ഫൗസിയ, അൻകിത, ഫാത്തിമ, രേഷ്മ, അജി, സിയ, ഷോണിമ, ശോഭന, സജന, അജിത, സബാന, നവമി, വൈഷ്ണവി, നൂർഷ, അസുറ, ആതിര, ജിസ്ന, വിസ്മയ, ഷാമി, ധന്യ, നിസാം, ജുഫീന, അങ്ങനെ ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നേ. ഇതിൽ ഒരാള് ട്രെയിനിങ് പോകുന്നുണ്ട് സർ. ട്രെയിനിങ് പോകുന്നവർ 2 എന്തോ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അല്ലാത്തവരെ അറ്റൻഡ് ചെയ്യൂല. പിന്നെ കുറെ ആള് ക്വിറ്റ് ചെയ്തു തോന്നുന്നു സർ. അതിൽ നമുക്ക് കുറെ ആൾ അറിയുന്ന ആൾക്കാർ ക്വിറ്റും ചെയ്തും എന്തെന്ന് അറിയാലോ, പേഴ്സണൽ പ്രോബ്ലം പറയാ. നിങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവില്ലേ? ഉണ്ട് അല്ലേ? ആ വാട്സാപ്പ് ഗ്രൂപ്പില് ഇട്ടേക്ക. ഇനി വ്യാഴാഴ്ച എനിക്ക് ക്ലാസ്സുകൾ ഇട്ടിരിക്കുക. മാത്രമല്ല, വൺ മോർ തിങ്, അടുത്ത ആഴ്ച മുതൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, നമുക്ക് പോസിബിൾ ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അടുത്ത ആഴ്ച മുതൽ. നമ്മൾ അതും വേണ്ടി നോക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്ത് പോകുന്നത്. യെസ്. അപ്പൊ അടുത്ത ആഴ്ച മുതൽ നമ്മൾ എക്സാം ഓറിയന്റഡ്. ഇതുവരെ നമ്മൾ അറിവിന് വേണ്ടി പഠിച്ചു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു. അപ്പൊ അത് മിസ്സാക്കുന്നത് ആത്മഹത്യാപരമാണ് എന്ന് ഗ്രൂപ്പിലിട്ട് തരാം.
ഓക്കെ ആയിരിക്കുക? ഓക്കെ. അപ്പൊ നിങ്ങളും അടുത്ത ആഴ്ച പോലുള്ള ക്ലാസ്സുകൾ ഏതെങ്കിലും കൺവെൻഷൻ ഇല്ലെങ്കിൽ പിന്നീട് റെക്കോർഡ് ക്ലാസ് നോക്കിയേക്കാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കുന്നു. യെസ്, ടൈം ടേബിൾ ഇനി എല്ലാ വ്യാഴാഴ്ചയുമാണ്. അത് ഇനി മാറ്റം ഉണ്ടാവില്ല. കാരണം ഇനി മാറുന്നുണ്ടെങ്കിൽ ഞാൻ പറയും. കാരണം ഇനി വ്യാഴാഴ്ചകൾ അങ്ങനെ ഫിക്സ് ചെയ്ത് കിട്ടും. കാരണം ടൈം ടേബിൾ രണ്ടാമതൊന്ന് റീഷെഡ്യൂൾ പുതിയ ബാച്ചൊക്കെ വരുമ്പോൾ ടീച്ചർമാർക്ക് അങ്ങോട്ട് കൂടെ മാറ്റി റെഡിക്ക് വരില്ലേ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ പുതിയ ഷെഡ്യൂൾ പ്രകാരം വന്നതാണ്. അപർണ ഇടക്കിടക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ടല്ലോ, നെറ്റിലാഞ്ഞിട്ടാണോ? യെസ്, ഷിഫാന കയ്യിൽ ഇങ്ങനെ വായിക്കേട്ടോ. ഓക്കെ അപർണ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. യെസ്. Sir, they said he will be doing homework. They told that they would be doing homework. Very good. They told that they would be doing homework. Yes, Ajita, അടുത്ത പറയാമോ? Sir, he told that ഐ എന്നുള്ളത് എന്താവും? ഹി തന്നെയാണ്. He would be studying English grammar. Very good, very good. He would be studying English grammar. Yes. Okay, okay. ഞാൻ ടെൻസില് ഒരു മാറ്റം കൂടി വരുത്തുകയാണ്. യെസ്, ചോദ്യം ഇതാണ്. He said, I have passed SSLC examination. He said, എന്നിട്ട് ഇൻവെർട്ടഡ് കോമയിൽ എഴുതിയിരിക്കുകയാണ് I have passed SSLC examination. Yes, Sia. Yes, Anikita. Yes, sir. ഈ I have passed SSLC examination എന്ന് എഴുതിയിരിക്കുന്ന വാചകം എന്താണെന്ന് പറയാമോ? ഉഷാറ പറഞ്ഞോളൂ. പ്രസന്റ് പെർഫെക്റ്റ്. ടെൻസ് പറയാൻ റെഡി ആയിട്ടുള്ള ആള് നിൽപ്പുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് അറിയാം. ഈ അടുത്ത് വരാൻ വേണ്ടിയതാണ് അല്ലേ ഉഷാറ? യെസ്, കറക്റ്റ് ആൻസർ ഉഷാറ. വെരി ഗുഡ്. നോക്കിയേ, സബ്ജക്ട് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി കഴിഞ്ഞാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അതെന്താണത്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, സബ്ജക്ട് ഐ, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവില്ല ഹാവ്, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് പാസ്ഡ്, PASSED. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് ഏത് ടെൻസ് ആണത്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഉഷാറ ഒരു ചാൻസ് തരാം, അത് റിപ്പോർട്ടർ സ്പീച്ച് മാറ്റുമ്പോൾ ഏത് ടെൻസിലേക്ക് മാറ്റേണ്ടി വരും? പാസ്റ്റ് പെർഫെക്റ്റിലേക്കാവും. ഊഹം പറയുന്നത് അല്ലേ? അങ്ങോട്ടും കൂടെ കൺഫ്യൂഷൻ ആവും അപ്പൊ സാറേ ഒക്കെ കൂടെ. പ്രസന്റ് എപ്പോഴും പാസ്റ്റിലോട്ട് പോകും. അതൊക്കെ ഓർത്ത് വെച്ചു കേട്ടോ. പ്രസന്റ് ആണ് നേരെ പാസ്റ്റിലോട്ട് പോകും. മനസ്സിൽ അത് കറക്റ്റ് ആയിട്ടൊന്ന് ഫീൽ ചെയ്ത് മൂന്നെണ്ണം വീതം എഴുതുക മുകളിൽ. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. മൂന്നെണ്ണം. അതിന്റെ അടിയിൽ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതിന്റെ അടിയിൽ പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അതിന്റെ അടിയിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ ഒരു 12 3 ലൈനായിട്ട് എഴുതി വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഓർഡർ കിട്ടും. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെയാണല്ലോ. അപ്പൊ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഇല്ല അല്ലെങ്കിൽ ഷാലി കയറി വരുന്നുണ്ട്. പെർഫെക്റ്റ് എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ഹാസോ ഹാവോ ഹാഡോ വരുന്നുണ്ട്. പ്രസന്റ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ING കയറി വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് അതിന്റെ
സ്ട്രക്ചർ നമ്മുടെ മനസ്സിലോട്ട് പതി. അത് 1 by 1 ആയിട്ട് ഇങ്ങനെ എഴുതി നോക്കിയത് 3 ആയിട്ട് എഴുതുക. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അതിന്റെ അടിയിൽ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതിന്റെ അടിയിൽ പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അതിന്റെ അടിയിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉഷാർ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. If the given sentence is present perfect, പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റിയിടും. അപ്പൊ നമുക്ക് ഒരു ഓർമ്മയുണ്ടാവണം, 2 ടെൻസുകൾ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് വരും. ഏതൊക്കെ വരും? നേരത്തെ പറഞ്ഞ സിമ്പിൾ പാസ്റ്റ് ഇല്ലേ, അതും നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലോട്ടാണ് മാറ്റിയത്. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലും എങ്ങോട്ടാണ് മാറ്റേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ അത് മറക്കരുത്, 2 എണ്ണം വരും പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്. ഒന്ന് സിമ്പിൾ പ്രസന്റ് വരും, പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റും എങ്ങോട്ട് വരുന്നു? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വരുന്നു. യെസ്, അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് സ്ട്രക്ചർ നമുക്കൊന്ന് ഓർമ്മയുണ്ടാവണം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ്, സോറി ബീനില്ല, ഞാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല സർ? കണ്ടിന്യൂസ് കൊണ്ട് പോയി. ഓക്കെ 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 ഓക്കെ, ഒരു നിമിഷം കോൺസെൻട്രേഷൻ. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അങ്ങോട്ട് മാറ്റി എഴുതുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? പറഞ്ഞോളൂ അങ്കിത, ഒന്ന് മാറ്റി ശരിയാക്കി പറഞ്ഞേ. He said I have passed SSLC examination. Yes, very good. He told that he had passed SSLC examination. Passed. Very good. അപ്പൊ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? നേരെ ഹാഡ് ആക്കിയാൽ മതി. യെസ്, അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ആയില്ലേ? പ്രസന്റ് പെർഫെക്റ്റ് അല്ല പാസ് സോറി സർ. He had passed അല്ലേ? അതന്നെ ഹാഡ് കഴിഞ്ഞാലും വെർബിന്റെ 3ാമത്തെ ഫോമാണ്. ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞാലും വെർബിന്റെ 3ാമത്തെ ഫോം. ഓക്കെ, പാസ്ഡ് ആണ്, PASSED, പാസ്ഡ്. ഓക്കെ, so he had passed. Okay, okay, that is correct. അടുത്തത് they said. We have conducted, CONDUCTED, conducted a tour program. We have conducted a tour program. അടുത്തത് she said. I have mistaken, MISTAKEN, mistaken you. I have mistaken you. Yes, very good. സർ മിസ്റ്റേക്കൻ അല്ല മിസ്റ്റേക്ക്ഡ് അല്ല, മിസ്റ്റേക്ക് തെറ്റിദ്ധരിക്കുക.
നിങ്ങളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? ആരും കേൾക്കുന്നില്ല? ഉണ്ടല്ലേ? അത് ശനിയാഴ്ച നമ്മുടെ ഒരു കോൺവെക്കേഷൻ സെറിമണി ഉണ്ട്. അപ്പൊ ശനിയാഴ്ച കേരളപ്പിറവി കൂടിയല്ലേ, വന്ന് ടീച്ചർമാരുടെ ഡാൻസിന്റെ പ്രോഗ്രാമിന്റെ പ്രാക്ടീസ് അപ്പുറത്ത് നടക്കുന്നത്. ആ പാട്ടാണ് കേൾക്കുന്നത്. അത് ഞങ്ങൾക്ക് ഐസ്ക്രീം ഒന്നും കിട്ടാൻ പോരാ. അനീഷ, നിങ്ങളുടെ കോൺവെക്കേഷൻ സെറിമണി വരുമ്പോൾ നിങ്ങൾ തകർക്കണം. പാട്ടായിട്ടും ഡാൻസ് ആയിട്ടും ഒപ്പനയായിട്ടൊക്കെ റെഡി ആയിട്ട് വരാൻ. എന്നിട്ട് ഇവിടെ വന്നിട്ട് തകർക്കാം. ഇതിന് മുമ്പുള്ള പിള്ളേരൊക്കെ അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് തകർക്കാം. അവര് പരസ്പരം വീഡിയോ കോളൊക്കെ ചെയ്ത് സംഗതി റെഡിയാക്കി വന്നു. സർ ഞാൻ ക്ലാസ് ക്വിറ്റ് ആക്കുന്നുണ്ട് സർ, കുഞ്ഞി കരച്ചില്ല. അപ്പോ താങ്ക് യു സർ. ഇന്നത്തെ ക്ലാസ് ആള് ഭയങ്കര കരച്ചില്. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സർ. കഴിയുമ്പോ ഒരു സംഭവം ഇട്ടേക്കണേ. ഓക്കെ 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 ഓക്കെ. വായിച്ചോളൂ അമീഷ. അനീഷ. They said we have conducted a tour program. Yes. They told that they had conducted a tour program. They had conducted a tour program. Very good, very good, very good. Then Shifana. Yes, sir. Yes. He said, I have mistaken you. She told that she had mistaken me. Very good. നീ എന്ന് പറയാം, അസ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്.
she told that she had mistaken me, like mistaken us. Okay, very good, very good. അപ്പൊ ഇപ്പൊ നമ്മള് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, ഇത്രയും ടെൻസുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് മാറ്റേണ്ടത് നമ്മൾ നോക്കിയിട്ടുണ്ട്. യെസ്, അജിത. അജിത, യെസ്, അജിത വരുമെന്ന് വിചാരിക്കാം. ഇത് വന്നു. അജിത, Sir, how are you? I'm fine, sir. വെരി ഗുഡ്, വെരി ഗുഡ്. ബലത്തിലൊക്കെ പറയുന്നത് പേടിച്ചൊക്കെ ഇരിക്കുകയാണ്, നല്ല ചിരിച്ചുകൾ സന്തോഷം പറയും. ഉച്ചത്തിൽ പറഞ്ഞ കുഞ്ഞു ഉറങ്ങുന്നുണ്ടേ. അവിടുത്തെ സിറ്റുവേഷൻ എനിക്കറിയില്ലല്ലോ. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം പറയാം. അജിത, ഞാനൊരു മലയാളം വാചകം പറയുന്നു. സിമ്പിൾ, അതിനൊരു ഇംഗ്ലീഷ് വാചകം പറയാ. ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ പറയാം. മുഖം, നിങ്ങളുടെ മുഖം തുടയ്ക്കുക. നിങ്ങളുടെ മുഖം തുടക്കുക എന്ന് ഏതെങ്കിലും പയ്യനോട് ഇംഗ്ലീഷിൽ പറയേണ്ടി വന്ന, അല്ലെങ്കിൽ പെൺകുട്ടിയോട് ഇംഗ്ലീഷിൽ പറയേണ്ടി വന്ന എങ്ങനെ പറയും? നിങ്ങളുടെ മുഖം തുടയ്ക്കുക. Your face. ഫേസ് എത്ര പേര് കറക്റ്റാണ്? അതിന് തൊട്ട് മുമ്പ് ആ യുവറിന് മുമ്പ് ഒരു പേരും കൂടി ചേർക്കും. മറക്കണ്ട, നമ്മൾ സാധാരണഗതിയിൽ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാല് ചില്ലിലെ വെള്ളം തുടയ്ക്കാൻ വേണ്ടി ഒരു സാധനവും ഇടും. അതിനൊരു പേര് പറയും, വൈപ്പർ. ആ വൈപ്പർ എന്നുള്ളതിന്റെ വേർപ്പെടുത്താൻ പറ്റും. വൈപ്പ് യുവർ ഫേസ്. എന്താണ്? Wipe your face. മറക്കൂലല്ലോ പദം. വൈപ്പ് യുവർ ഫേസ്. ഓക്കെ അമീഷ, വൈപ്പ് യുവർ ഫേസ്. ഇനി ഞാനത് ഒന്ന് മാറ്റുകയാണ്. കൊച്ചുകുട്ടിയോടാണ് പറയുന്നത്, നിന്റെ മൂക്ക് തുടക്കുക. അപ്പൊ എന്താ പറയും? Wipe your nose. വൈപ്പ് യുവർ നോസ്. അടുത്തത്, കരയരുത്. Don't angry. ഡോണ്ട് ആംഗ്രി അല്ല, കരയുക എന്നല്ലേ. ആംഗ്രി ദേഷ്യമാണ്. ഓക്കെ സുൽത്താന, ഡോണ്ട് ക്രൈ. ഡോണ്ട് ക്രൈ. യെസ് 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 യെസ്. അപ്പോ അജിത കുട്ടിയായിട്ട് റോഡിലൂടെ പോവുകയാണ്. അപ്പോ വേറൊരു പെൺകുട്ടിയെ, അജിതയുടെ കൂട്ടുകാരിയെ, കൂടെ പഠിച്ച കൂട്ടുകാരിയെ കണ്ടു. ഭർത്താവൊക്കെ പറഞ്ഞു. അപ്പൊ അജിതയുടെ കുട്ടിയോട് പറയുകയാണ്, ആന്റിയോട് ഹായ് പറയും. ആന്റിയോട് ഹായ് പറയും. ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. Say hi. Say hi to Auntie. Auntie. Yes. Okay. Auntie. Say hi. Correct ആണ് കേട്ടോ. അപ്പൊ വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്നോട് ചോദിക്കാം. ഒരു കുട്ടിയെ ഉപദേശിക്കുകയാണ് ചെയ്തത്, മടിയനാകരുത്. Don't lazy. Don't be lazy. Don't be ആകരുത്. അതുകൊണ്ട് ബി വിളിച്ചത്. Don't be lazy. Okay, very good, very good, very good. Yes. Then Bushara. Yes, sir. വേറൊരാളോട് ബുഷാര പറയുന്നത്, വേഗം ചെയ്യൂ. ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, വേഗം ചെയ്യൂ. Do quick. Do it quickly. Quickly. വെറുപ്പാണ്. അപ്പൊ എൽവൈ ചെയ്യും. വെറുതെ വിശേഷിപ്പിക്കുകയാണ്. ചെയ്യുക എന്ന് പറയുന്ന ആക്ഷനെ വിശേഷിപ്പിക്കുമ്പോൾ ഡു ഇറ്റ് ക്വിക്കലി. അടുത്തത് അറിയാം, എന്നാലും ചോദിക്കുകയാണ്, ശബ്ദമുണ്ടാക്കരുത്. Be silent. ബി സൈലന്റ്, അല്ലെങ്കിൽ ഡോണ്ട് മേക്ക് നോയ്സ്. ബി സൈലന്റ് ശബ്ദമായിട്ടിരിക്കുക. ഡോണ്ട് മേക്ക് നോയ്സ്. നമ്മുടെ നിനക്ക് വിശക്കുന്നുണ്ടോ? ഞാൻ വെറുതെ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. നിനക്ക് വിശക്കുന്നുണ്ടോ? You are hungry. യു ആർ ഹംഗ്രി എന്ന് പറയുമ്പോൾ നിനക്ക് വിശക്കുന്നുണ്ടെന്നായിരുന്നു. കാരണം അത് ചോദ്യമാക്കണം. എന്നാലാണ് അവന് യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. Are you hungry? ആർ യു ഹംഗ്രി? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ആർ യു ഹംഗ്രി? യെസ്, നിനക്ക് വിശക്കുന്നുണ്ടോ? യെസ്.
ഈ ഇത് മാറ്റി പിടിക്കാം. അവന് വിശപ്പില്ല എന്നുള്ള കാര്യം അവന്റെ മുഖം കാണുമ്പോൾ അറിയാം. ചിലപ്പോൾ അയാൾ ദാഹമുണ്ടോ എന്നൊരു സംശയം. അപ്പൊ അത് ചോദിക്കും, നിനക്ക് ദാഹിക്കുന്നുണ്ടോ? നിനക്ക് ദാഹിക്കുന്നുണ്ടോ? Are you thirsty? വെരി ഗുഡ്. ആർ യു ടേസ്റ്റി? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അമീഷ, അനീഷ എന്ന് പറഞ്ഞു. Yes, sir. ഓക്കെ 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 ഓക്കെ. അടുത്തത് അനീഷക്ക് ഭയങ്കര സിമ്പിൾ ആണ്. കണ്ണുകൾ അടച്ച് 5 വരെ എണ്ണുക. ഇത് വേറെ ആളോട് പറയുന്നത് യോഗയുടെ ക്ലാസ്സിലെന്ന് വിചാരിച്ചു. കണ്ണുകൾ അടച്ച് 5 വരെ എണ്ണുക. Close your eyes and count 5. കൗണ്ട് 5. അപ്പൊ 5 എണ്ണുക എന്നായി പോയി. 5 എണ്ണുക എന്നല്ല, 5 വരെ. Count 5 times. 5 ടൈംസ്. അപ്പൊ 5 പ്രാവശ്യം പോയി. അപ്പൊ ആ 5 പറഞ്ഞില്ലേ, അതിന് തൊട്ട് മുന്നിൽ ഒരു ടിൽ എന്നോട് ചേർത്താൽ മതി. TILL. അപ്പൊ കറക്റ്റ് ആയി. എന്നോട് പറഞ്ഞപ്പോ Close your eyes and count till 5. till 5. ഓക്കെ 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 ഓക്കെ. അവിടെ പോയി ഇരിക്കും. ഇപ്പൊ നമ്മള് ദേഷ്യമൊക്കെ വരുമ്പോ മക്കളോട് പറയുന്ന ഒരു ഡയലോഗാണ്, അവിടെ പോയി Go and ഇരിക്കും. sit. Go and sit there. Okay, very good, very good, very good. Go and sit there. പിന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറെ ആളുകൾ തിക്കും തിരക്കൊക്കെ ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ അവരോട് പറയുക, നിങ്ങളുടെ ഊഴം കാത്തിരിക്കുക. ഇത് വിളിക്കും, അപ്പൊ പോയാൽ മതി. നിങ്ങളുടെ ഊഴം കാത്തിരിക്കുക. ഇംഗ്ലീഷ് പറഞ്ഞു. നിങ്ങളുടെ ഊഴം കാത്തിരിക്കുക. Wait until your time. വീണ്ടും കുറച്ച് വാക്കുകൾ കൂടി പറയണം. ഈ കാര്യങ്ങൾ പരത്തി പറയണ്ട. കുറച്ച് വാക്ക്. ചില കാര്യങ്ങൾക്ക് മിണ്ടാതിരിക്കുന്നത് വളരെയധികം സംസാരിക്കുന്ന പോലെ പിടിയും. ഒരു നിശബ്ദത. Wait until your turn. ഒന്നുകൂടി പറഞ്ഞത്. Wait for until your turn. until വേണ്ട. വെയിറ്റ് യുവർ ടേൺ. വെയിറ്റ് യുവർ ഓക്കെ. വെയിറ്റ് യുവർ ടേൺ. Okay. അടുത്ത സിമ്പിൾ ആണ്. ഞാൻ ചോദിക്കുന്നത് കുട്ടികളോട് പറയാണ്, സദ്യക്ക് ഫംഗ്ഷന് പോയപ്പോ ഐസ്ക്രീം കഴിക്കരുത്. ഒന്ന് പോകുമ്പോ ഇതിനെ ഡയറക്ഷൻ കൊടുക്കണം. ഐസ്ക്രീം കഴിക്കരുത്. Don't eat ice cream. ഡോണ്ട് ഈറ്റ് ഐസ്ക്രീം. കറക്റ്റ് ആണ്. ഡോണ്ട് ഈറ്റ് ഐസ്ക്രീം. അത് തന്നെ ഒന്ന് മാറ്റി പിടിക്കണം. ഞാൻ അവിടെ ചെല്ലും, പലതും കാണും. അപ്പൊ അതുകൊണ്ട് പറയുന്നത് അത് തൊടരുത്. Don't touch that. ഡോണ്ട് ടച്ച് ദാറ്റ്. ഓക്കെ ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ സമയമായതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം മുതൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. We will meet in the next class, next time. Okay. Thank you, sir. Welcome.